ഒരു ഓഫ് ദിവസം ഇങ്ങോട്ട് പോകാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പം കിട്ടിയ ഒരു സ്ഥലമാണ്. തൊട്ടടുത്തുള്ള സ്ഥലം. ഒരു 10 മിനിറ്റ് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്താം. ഇതാണ് ഡെവിൾസ് ഡൈക്ക്. ഇത് ഏകദേശം ഒരു ബ്രൈറ്റിൽ നിന്നൊരു 20-25 മിനിറ്റ് ദൂരമുള്ള ഒരു ഏരിയയാണ്. ഒരു ഹില്ലി ഏരിയയാണ്. ഞാൻ കുറേ പ്രാവശ്യം ഇതുവഴിയൊക്കെ പോയിട്ടുണ്ട്. ഇവിടെ വന്നിരുന്നിട്ടുണ്ട്. തൊട്ടടുത്താണ് ഈ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫ്രഷ് എയറും കുറച്ച് വില്ലേജസൊക്കെ കാണാം. ഈ ബസ് ഇത് ബ്രൈറ്റനിൽ നിന്ന് ഇങ്ങോട്ട് സർവീസ് നടത്തുന്ന നമ്പർ 77. ഇതൊരു ഏകദേശം എനിക്കൊന്നൊരു 1 മണിക്കൂർ ടൈം എടുക്കുമെന്ന് തോന്നുന്നു. അങ്ങ് ദൂരെ നമുക്ക് ബ്രൈറ്റൻ കാണാം. ആ ബസ് പോകുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് കാണുന്നത് ബ്രൈറ്റൻ ബീച്ച്. അതെ, ബീച്ചിലേക്ക് ഓക്കെ, അങ്ങ് ദൂരെ ബ്രൈറ്റൻ ബീച്ചും കടലും എല്ലാമായിട്ട് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ആ പാർക്കിങ്ങിന് കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്തു. അവിടെ പാർക്കിംഗ് ചാർജ് ഉണ്ട്. അതും എടുത്ത് പാർക്കിംഗ് ചാർജ് പേ ചെയ്തിട്ട് നേരെ ഇറങ്ങി താഴോട്ടടയ്ക്കാം. അപ്പോൾ ഈ റോഡ് തന്നെ, ഇത് നമ്മൾ അതിനോട്ട് കയറിപ്പോയി റോഡാണ്. ആ റോഡിൽ കൊണ്ട് കുറച്ച് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡെവിൾസ് ഡൈക്ക് വാലിയിലോട്ട് വാലി കാണാനായിട്ടുള്ള ഒരു ഏരിയ എത്തും. അപ്പോൾ അതിലേക്കൂടെ തന്നെ നമുക്ക് ഇറങ്ങി ആ വാലിയിലകത്തോട്ട് പോകാൻ പറ്റും. ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട് ഇതിലേക്കൊട്ട് വഴിയുണ്ടെന്ന്. ഏകദേശം നിങ്ങൾക്ക് ഇവിടെ തന്നെ ഇത് തന്നെ ഈ കാണുന്ന വഴി ഇത് തന്നെയാണ് വാലിയിലോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഡെവിൾസ് ഡൈക്ക് വാലി. കണ്ട, ഒരു വി ഷേപ്പിലിരിക്കുന്നൊരു വാലിയാണ്. വി ഷേപ്പിൽ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. വി ഷേപ്പിലിരിക്കുന്നൊരു വാലിയാണ്. ഇതിന് ഏകദേശം ഒരു 1/2 മൈലിൻ്റെ ദൂരമുണ്ട്. ഒരു സൈഡിൽ നിന്ന് ഈ വി ഷേപ്പ് കയറി നേരിൽ വരെ എത്താനായിട്ട് ഒരു 1/2 മൈൽ ദൂരമുണ്ട്. നല്ല കാറ്റുണ്ട്. ഞാൻ പറയുന്ന എത്രത്തോളം ക്ലിയറായിട്ട് കേൾക്കുമെന്ന് അറിയത്തില്ല വീഡിയോയിൽ. എന്നാലും പക്ഷേ ഇവിടെ വന്ന് നോക്കുമ്പോഴത്തേക്ക് നമുക്കെന്തോ ഒരു ആരോ 2 സൈഡിൽ നമ്മൾ ഈ JCBക്ക് കുഴിക്കുന്ന കണക്ക് അല്ലെങ്കിൽ മണ്ണ് തോണ്ടി എടുത്തേക്കുന്ന ആ ഒരു രീതിയിലല്ലേ കാണുന്നത്. അങ്ങ് ദൂരെ കുറച്ച് അരക്കി നിൽപ്പുണ്ട് ആൾക്കാർ. ഇവിടെ വാക്കിങ്ങിനും അതിന് ഈ ഡോഗ്സിനെയൊക്കെ കൊണ്ടത് വാക്കിങ്ങിനൊക്കെ വന്നവരും പിന്നെ ഈ ട്രക്കിങ്ങിന് വന്നവരൊക്കെ ഉണ്ട്. ഇവിടെ ആളുകൾ സാധാരണ രീതിയിൽ പാരാഗ്ലൈഡിങ്, നമ്മുടെ കൈറ്റ് ഫ്ലൈയിങ്, പട്ടം പറത്താൻ, അങ്ങനത്തെ പരിപാടികൾക്കൊക്കെ ആളുകൾ വരും. പിന്നെ ട്രക്ക് ചെയ്യുന്നവരുണ്ട്. പിന്നെ വെറുതെ നടക്കാൻ വരുന്നവരുണ്ട്. ഇവർ ഈ വൈകുന്നേരം രാവിലെയൊക്കെ ഉള്ള ഒരു ഡോഗ്സിനെയൊക്കെ കൊണ്ട് നടക്കാൻ പോകുമല്ലോ. അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ പാർക്കിങ്ങിന് മുകളിലൊരു റിഫ്രഷിങ് സെൻ്റർ ഉണ്ട്. ഒരു പബ്ബാണത്. അപ്പോൾ അത് വൈകുന്നേരങ്ങളിലും എപ്പോഴും അത് ആക്റ്റീവാണ്. അവിടെ ആളുകൾ ഒറ്റയ്ക്ക് വന്നിരിക്കാനും കൂട്ടത്തോടെ പാർട്ടി അങ്ങനത്തെ പരിപാടികളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. എല്ലാ നാട്ടിലും പോലെ ഇവിടെ ഒരു കഥ പറയുന്നുണ്ട് കേട്ടോ. പഴയൊരു കഥയാണ്. ഞാൻ കേട്ടേക്കുന്ന ഒരു ഇതാണ് കേട്ടോ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡെവിള്, പണ്ട് കാലത്തൊരു ഡെവിൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഡെവിള് ഇവിടുത്തെ ആൾക്കാരെല്ലാം കൊല്ലാനായിട്ട് ഈ കടൽ വെള്ളം, അപ്പോൾ നമ്മൾ നിൽക്കുന്നതിൻ്റെ പുറക്കുവശം ബ്രൈറ്റൻ, ഞാൻ നേരത്തെ കാണിച്ച ആ ബ്രൈറ്റൻ ബീച്ചാണ്, ഒരു കടലാണ്. അപ്പം ഇവിടെയൊക്കെ കടൽ വെള്ളം കയറ്റിയിട്ട് ഇവിടുത്തെ ആളുകളെ കൊല്ലാൻ നോക്കി. അപ്പോൾ അങ്ങനെ ഈ ഡെവിൾ ഒരു നൈറ്റ് കൊണ്ട് ഈ കുഴിച്ച ട്രെഞ്ചാണിത്. അപ്പോൾ അവിടെ നിന്ന് ഇതിൻ്റെ അപ്പുറത്തൊരു ചെറിയ വില്ലേജുണ്ട്, പോയിനിങ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ വില്ലേജിലുള്ള ആൾക്കാരൊക്കെ കൊല്ലാൻ വേണ്ടി കുഴിച്ച ഒരു ട്രെഞ്ചാണെന്നാണ് പറയുന്നത്. അപ്പോൾ പക്ഷേ ഇത് കുഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരു കൃഷിക്കാരി, ഒരു വൃദ്ധ ഉണരുകയും അവരിത് കണ്ടിട്ട് അവർ ഒരു മെഴുകുതിരി കത്തിച്ച് വയ്ക്കുകയും അപ്പോൾ അവരുടെ കോഴി കൂവി ഈ ഡെവിൾ വിചാരിച്ച് നേരം എടുക്കുന്നു. അങ്ങനെ ഇത് നിർത്തിയിട്ട് പോയതാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്ന ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാലിയുടെ ഓപ്പോസിറ്റ് സൈഡാണ്. നമ്മൾ നേരത്തെ കാണിച്ചതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വരും. അപ്പോൾ ഇതിങ്ങനെ കറങ്ങി ഈ റൈറ്റിലേക്ക് കറങ്ങിയാണ് ആ വാലിയിലോട്ട് എത്തുന്നത്. ഇത് താഴത്തെ കുറച്ച് വില്ലേജുകളാണ്. അപ്പോൾ ഈ വാലി ഐസേജ് സമയത്ത് രൂപാന്തരപ്പെട്ടാണെന്നാണ് പറയുന്നത്. നമുക്ക് ഇതിൻ്റെ പഴയ സയൻറ്റിഫിക്കൽ റിസർച്ചൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ കാണുന്ന ആ ഒരു സൈഡിലായിട്ടാണ് നമ്മൾ നേരത്തെ നിന്നത്. വാലി കാണുന്നത് അവിടെയാണ്. അതിങ്ങനെ കറങ്ങി ആണ് ഇപ്പുറത്തോട്ട് വരുന്നത്. ഇത് താഴത്തെ വില്ലേജുകളാണ് ഈ കാണുന്നതെല്ലാം.
അപ്പോൾ ഇത് കടന്ന് വേണം നമുക്ക് അപ്പുറത്തെ റോഡിലോട്ടിറങ്ങാൻ. റോഡിന് നേരെ അപ്പുറത്താണ് ആ വാലി ഉള്ളത്. അവിടുന്ന് വണ്ടികളൊന്നും വരുന്നില്ല, കാരണം ഇത് ഒരിത്തിരി പാടാണ് കയറി ഇറങ്ങാനായിട്ട്. കാരണം ഒരു കാലേ വയ്ക്കാൻ പറ്റുള്ളൂ. പയ്യെ കയറി ഇറങ്ങാം. രക്ഷപ്പെട്ട് ഇപ്പുറത്ത് ചാടിയിട്ടുണ്ട്. നേരെ നമുക്ക് ആ വാലിയിലോട്ട് പോകാം. നമുക്കിതിനകത്ത് ഈ ബാർബിക്യൂ അങ്ങനത്തെ പരിപാടികളൊന്നും നടക്കത്തില്ല കേട്ടോ. ഈ വെച്ചുള്ള ഒരു പരിപാടി നടക്കത്തില്ല, കാരണം എപ്പോഴും കാറ്റടിക്കുന്ന സ്ഥലമാണ്. പിന്നെ ഈ പുൽമേടുകളാണ്. പിന്നെ കൂടാതെ ഇത് ഒരു സമയമാകുമ്പോഴത്തേക്ക് ഇതെല്ലാം അങ്ങോട്ട് ഉണങ്ങും. ഇത് നമ്മുടെ വൈൽഡ് ബെറിയാണ്, നമ്മുടെ സ്ട്രോബെറി. അത് ആ ഒരു ഇനത്തിൽപ്പെട്ട വൈൽഡ് ബെറീസ് എന്ന് പറയും. വൈൽഡ് ബെറിയാണ് നിൽക്കുന്നത്. നമുക്ക് പിച്ച് കഴിക്കാവുന്നേ ഉള്ളൂ. ഞാൻ 1-2 കഴിച്ചതേ ഉള്ളൂ. അപ്പം അങ്ങനെ ഇതെല്ലാം കൂടെ ഉണങ്ങും ഒരു സമയം കഴിയുമ്പോഴത്തേക്ക്. പിന്നെ പുല്ലും എല്ലാം ഉണ്ട്. അപ്പം ഈ ബാർബിക്യൂ പരിപാടിയൊക്കെ ഇതിനകത്ത് നടത്തി കഴിഞ്ഞാൽ നമുക്ക് ദൂരെ കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ ഇത് തീ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് തീ കെടുത്താൻ ഒരു രക്ഷയും ഉണ്ടാവത്തില്ല. ഇതിൽ നല്ല മുള്ളുണ്ട് കേട്ടോ. ഇതിൻ്റെ സൈഡിൽ കൂടെ നടക്കുമ്പോഴത്തേക്ക് കൈയെല്ലൊക്കെ കൈയും ഒക്കെ കീറി മുറിയും. ഞാനിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലെത്തി. വാലിയുടെ ഇപ്പുറത്തെ സൈഡ്. നേരത്തെ സെൻട്രലായിരുന്നല്ലോ, ലെഫ്റ്റ് സൈഡിൽ കൂടെ ഇറങ്ങിയിട്ട് ക്രോസ് കയറി ഇഞ്ഞ് വന്നു. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് അതിങ്ങനെ നല്ലൊരു വളവ് കാണാൻ പറ്റും താഴെയായിട്ട്. ഒരുപാട് ദൂരത്തിലാണ്, പക്ഷെ ഇവിടുന്ന് കാണാൻ നല്ല രസമുണ്ട്. ആ ഒരു കറക്റ്റ് വളഞ്ഞ് കിടക്കുന്ന അറിയാൻ പറ്റും. ഇപ്പം നേരെ നമ്മളെ ബെഞ്ചിൽ വന്നിരുന്നതാ. ബെഞ്ചിലിരുന്നുള്ള വ്യൂ നോക്കൂ. അപാര വ്യൂ തന്നെ ഇവിടെ. അന്യായം. വണ്ടർഫുൾ. എന്താ പറയുക, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ഇവിടുന്ന്. നമ്മൾ മുകളിൽ നിൽക്കുമ്പോഴത്തേക്ക് നമുക്കത് എന്താ പറയുക, ഒരുപാട് ദൂരമൊന്നും ഇല്ലാത്തൊരു രീതിയിലാണ് തോന്നിയത്. പക്ഷേ ഇത് നല്ല സ്റ്റീപ്പായിട്ടുള്ള ഇറക്കമാണ്. അവരിറങ്ങി പോകുന്നുണ്ടല്ലേ, നമ്മുടെ മുന്നേ പോയവരാ. ഞാൻ പിന്നെ ഇടയ്ക്ക് ഒന്ന് നിന്ന് സൈഡിലൊക്കെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച്. പക്ഷെ എന്തോ ഭയങ്കര ഒരു റിലാക്സിങ്. നല്ല, അതേപോലെ തന്നെ ഇന്നത്തെ ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റാണ്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഏകദേശം ഒരു 18 ഡിഗ്രിയിലൊക്കെ നിൽക്കുക. അപ്പോൾ നല്ലൊരു ക്ലൈമറ്റാണ് ഇന്ന്. പക്ഷേ ഈ ഇറങ്ങിപ്പോകണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു കുത്തായ ഇറക്കം. നമുക്കൊന്ന് എന്താ പറയുക, ബാക്കിലോട്ടൊന്ന് ചെയ്തേ ഇറങ്ങിപ്പോകാൻ പറ്റുള്ളൂ. പിന്നെ ഒന്ന് പെട്ടെന്ന് ഇറങ്ങിപ്പോകാം. ഒന്ന് സ്ലിപ്പായി കഴിഞ്ഞാൽ ഉരുണ്ട് താഴെ എത്തും. നല്ല രീതിയിൽ ഉരുണ്ടങ്ങ് താഴെ എത്തും. ഇതാണ് നമ്മുടെ ആ പുള്ളിക്കാരന്, അതായത് ആ ഡെബിളിന് കുഴിച്ചു മൂടിയ സ്ഥലം, അടക്കിയിരിക്കുന്ന സ്ഥലം ഇതാണ്.
അപ്പോൾ ഡെവിളിനെയും അടക്കിയിട്ടുണ്ട്, അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഡെവിളിൻ്റെ വൈഫിനെയും അടക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ചെറിയൊരു തിട്ട പോലത്തെ ഒരു മൺകൂന പോലെ കാണാൻ നീളത്തിൽ ഈ കാണുന്ന ഇതും ഇതിന് നേരെ അപ്പുറത്തെ സൈഡിലായിട്ട് ഒരു ചെറിയൊരു ഏരിയ ഉണ്ട്. ആ 2 സ്ഥലങ്ങളാണ്, ഒന്ന് ഡെവിളും ഒന്ന് ഡെവിളിൻ്റെ ഭാര്യ അടക്കിയിരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതിനടി മൊത്തം ഈ ചുണ്ണാമ്പ് കല്ലാണ്, ചുണ്ണാമ്പ് മലയാണിത്. അതാണ് ഡെവിളിൻ്റെ ഭാര്യ അടക്കിയിരിക്കുന്നത്. അങ്ങനെ അവസാനം നടന്നു വാലിയുടെ ഇങ്ങേ അറ്റത്തെത്തിയിട്ടുണ്ട്. പ്രതീക്ഷ കണക്കൊന്നുമല്ല, ഒരുപാട് നടക്കാനുണ്ട്. ആ ഇറക്കം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നടന്ന് ഇറങ്ങി അവിടുന്ന് ഒരു കുറച്ച് ദൂരമുണ്ട് ഇങ്ങനെ നടന്നിങ്ങെത്താൻ. അതാണ് ആ വാലിയുടെ അവസാനം. അപ്പം നമുക്ക് ഇവിടുന്ന് ഇനി മുകളിലേക്ക് കയറണം. നമ്മൾ നേരത്തെ ചാടി കിടന്ന അതേപോലത്തെ വഴി തന്നെയാണ്. ഇതിലേക്കൂടെ ചാടി ചാടാം. ഇത് ചാടി കയറി അപ്പുറത്തിറങ്ങി കയ്യിരിക്കുന്ന എല്ലാം തറയിൽ പോവോ ദൈവമേ. നമ്മുടെ നാട്ടിലൂടെ നടന്നു പോകുന്ന അതുപോലത്തെ ഒരു ഫീലാണ് ഇപ്പം ഇടതൂർന്ന മരങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ നടന്നു പോകാനായിട്ട് ഉള്ള നല്ല രസം. ഒരുപാട് നമുക്ക് പ്രയാസം ഉണ്ടാക്കുന്നതൊന്നുമില്ല. ആദ്യം നമ്മുടെ വാലിയിൽ നിന്ന് കുറച്ചും ഇങ്ങോട്ട് കയറുന്ന സമയത്ത് ചെറിയൊരു ഹൈറ്റുണ്ട്, അത് മാത്രം ഒന്ന് നടന്ന് കയറേണ്ടേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് കുഴപ്പമില്ലാത്ത നല്ല വഴികളാണ്. ഓക്കെ, ഡെയിലി ഇതുവഴി നടക്കുന്നവരുണ്ട്, ഡെയിലി ഡോഗ്സിനെയും കൊണ്ട് പോകുന്നവരുണ്ട്. പക്ഷെ വലതുവശം കുറച്ച് അത്യാവശ്യം ഡേഞ്ചറാണ്. വീണ് കഴിഞ്ഞാൽ താഴെത്തും, കൈയും കാലൊക്കെ ഒടിയാനുള്ള ചാൻസ് ഉണ്ട്. നടക്കുമ്പോൾ നോക്കി ശ്രദ്ധിച്ച് നടക്കണം. പിന്നെ മഴയൊക്കെ പെയ്ത് കിടക്കുകയാണെങ്കിൽ വഴിയൊക്കെ ഇത്തിരി റിസ്കി ആയിരിക്കും, സ്ലിപ്പ് ചെയ്യാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇനി എത്ര ദൂരം നടക്കാറുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ അതുകൊണ്ട് ഇവിടെ വഴി 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. അതിലേക്കൊരു വഴിയുണ്ട്. എനിക്കാണെങ്കിൽ കറക്റ്റ് ഞാൻ ഡെവിൾസ് ലേക്കിൻ്റെ മേളിൽ വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെ അകത്തോട്ട് വന്നിട്ടില്ല. ഇതുവഴി ഈ വാലിയിൽ ഇറങ്ങുന്ന ആദ്യമായിട്ടാണ്. മാപ്പ് കയ്യിലുണ്ട്, പക്ഷേ എന്നാലും ഏത് വഴിക്ക് പോകണമെന്ന് നമുക്ക് നോക്കിയിട്ട് പോകാം. ഓക്കെ.